Citroën Basalt, India's first coupe SUV. Citroën is known for its comfort and its innovations. So this car has the same Citroën's DNA, the comfort. ഇന്ന് നമ്മൾ വോക്ക് റൗണ്ട് ചെയ്യാൻ പോകുന്നത് Citroën Basalt ആണ്. ഇന്ത്യസ് ഫസ്റ്റ് കൂപ്പയുടെ ഒരു ചെറിയൊരു വോക്ക് റൗണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബിഫോർ സ്റ്റാർട്ടിംഗ് ദിസ് വീഡിയോ ഷോറൂം ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എക്സ്റ്റീരിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ഫ്രണ്ട് പ്രൊഫൈലില്ല ഒരു സ്റ്റൈലിംഗ് സിട്രോയിൻ്റെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലിംഗ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഡബിൾ ഷവറോൺ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കണക്ട് ചെയ്ത് സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡുവൽ LED DRLസും LED പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെ തന്നെ ഫോഗ് ലാംപ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു നീറ്റ് ഡിസൈനാണ് ഫ്രണ്ട് പ്രൊഫൈലിന് കൊടുത്തിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിലാണ് 4.3 മീറ്റേഴ്സിൻ്റെ അടുത്താണ് ലെങ്ത് വരുന്നത്. 16 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. ലുക്സ് റിയലി ഗുഡ് ആൻഡ് യൂണീക്ക്. ഓറിയംസ് ആണെങ്കിൽ ഓട്ടോ ഫോൾഡിംഗ് ഓറിയംസ് ആണ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഫോൾഡബിൾ. പിന്നെ ബ്ലാക്ക് ഡോട്ട് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ്. ഇതിൻ്റെ സൈഡ് പ്രൊഫൈലാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ്. സ്ലോപ്പിംഗ് റൂഫ് ആണ്. ഒരു നീറ്റ് ഡിസൈനാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം വിൻഡോ ഏരിയ കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനൊക്കെ ബൾജ് ചെയ്തിരിക്കുന്നുണ്ട്. നോർമൽ ബ്രേക്സ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. റൂഫ് ഇതാണ്. ഷാർക്ക് ഫിൻ ആൻറ്റീൻ ഓഫർ ചെയ്തിട്ടുണ്ട്. സ്ലോപ്പിംഗ് റൂഫ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ ടെയിൽ ലാംപ്സ് ആണ്, ബട്ട് 3D എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ലുക്സ് റിയലി ഗുഡ്. പിന്നെ ബസോൾട്ടിൻ്റെ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. പ്യുവർടെക് 110ൻ്റെ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. സിട്രോണിൻ്റെ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിഫോക്കസ് വരുന്നുണ്ട്. പിന്നെ ബമ്പേഴ്സ് ഡുവൽ ടോൺ ട്രീറ്റ്മെൻറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ബാക്ക് പ്രൊഫൈൽ. ലുക്സ് റിയലി അഗ്രസീവ്. നമുക്കിനി ബൂട്ട് സ്പേസ് ചെക്കൗട്ട് ചെയ്യാം. 470 liters ഓഫ് ബൂട്ട് സ്പേസ് ആണ് ഓഫർ ചെയ്യുന്നത് സിട്രോൺ ബസോൾട്ടിനകത്ത്. അത്യാവശ്യം നല്ല ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ലോഡിംഗ് ലിപ്പ് ഇത്തിരി താഴോട്ടാണ് വരുന്നത്. ഇത്തിരി ഹയർ പൊസിഷനിലാണ് വരുന്നത്. വൈൽ സിറ്റിംഗ് ഇൻ ദ ബൂട്ട് ഏരിയ ഐ ആം പ്രിറ്റി കംഫർട്ടബിൾ. നമുക്കിനി ബൂട്ട് ക്ലോസ് ചെയ്തിട്ട് റിയർ പാസഞ്ചർ സൈഡ് ചെക്കൗട്ട് ചെയ്യാം. സിട്രോൺ ബസോൾട്ടിൻ്റെ അകത്തോട്ട് കയറുന്ന ഒരു എൻട്രി ഈസ് റിയലി ഗുഡ്. കാരണം ഹയർ പൊസിഷനായിട്ട് ഈസി എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്. ഡോർ പാനൽസ് ആണെങ്കിൽ നോർമൽ സിൽവർ ഫിനിഷ് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് വരുന്നത്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ സ്പീക്കേഴ്സും വരുന്നുണ്ട്. അത്യാവശ്യം നീ റൂമും സ്പേസ് ഉണ്ട്, ഹെഡ് റൂമും ഉണ്ട് ഈ വാഹനത്തിനകത്ത്. ഇറ്റ് ഈസ് റിയലി ഗുഡ് പ്ലേസ് ടു സിറ്റ് ഇൻ. മാക്സിൻ ഹോൾഡർ വരുന്നുണ്ട്. AC വെൻസ് വരുന്നുണ്ട്. അതിൻ്റെ താഴെ തന്നെ ഒരു Type-C പോർട്ട് വരുന്നുണ്ട്. Type-Cയിലെ മൈക്രോ USB പോർട്ട്സ് വരുന്നുണ്ട്. സീറ്റ്സ് ആണെങ്കിൽ ലെതറേറ്റ് അപ്പോൾസറി ആണ്. ആം റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ്. പിന്നെ വിങ്ഡ് ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റ്സ് ആണ് എല്ലാ പാസഞ്ചേഴ്സിന് ഓഫർ ചെയ്തിരിക്കുന്ന. ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. റീഡിംഗ് ലാംപ്സും വരുന്നുണ്ട്. ഇനി ഡ്രൈവർ സൈഡ് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ലെതറേറ്റ് ഹാഫ് ഫാബ്രിക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാനൽസ് ആണെങ്കിൽ നോർമൽ ഡോർ ഹാൻഡിൽസ് ആണ്. വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് വരുന്നുണ്ട്. പിന്നെ സ്പീക്കറിൻ്റെ പ്ലേസ്മെൻറ്റും വരുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഓറിയം കൺട്രോൾസൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലാണ് കട്ട് സ്റ്റിയറിംഗ് വീലാണ് വിത്ത് മീഡിയ കൺട്രോൾസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾസ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് 7 inch TFT ഡിസ്പ്ലേ ആണ് വിത്ത് ടയർ പ്രഷറിംഗ് മോണിറ്ററിംഗ്, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ടു MT ആൻഡ് അതർ ഫീച്ചേഴ്സ്. ടച്ച് സ്ക്രീനിൻ്റെ കാര്യം പറയാൻ 10.25 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ്. വെരി സിമ്പിൾ ആൻഡ് ബേസിക് UI ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പക്ഷേ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സിട്രോയിൻ കണക്ട് ആപ്പ് ആക്സസബിൾ ആണ്. എയർ വെൻസ് ആണ് നോർമൽ എയർ വെൻസ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് AC ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. 14 ഡിഗ്രി സെൽഷ്യസ് വരെ കൊണ്ടുപോകാൻ പറ്റും. ഹസാർഡ് ലാമ്പിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. ഒരു USB പോർട്ടും വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ സോക്കറ്റുണ്ട്. അത്യാവശ്യം സ്പേസസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗിയർ നോബ്. നോർമൽ ഗിയർ നോബാണ്. ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ആംബ്രസ്റ്റ് വിത്ത് സം സ്റ്റോറേജ്. ഗ്ലോ ബോക്സ് അത്യാവശ്യം ഡീപ്പാണ്. പിന്നെ നല്ലൊരു ടെക്സ്ചറാണ് ഡാഷ്ബോർഡിന് കൊടുത്തിരിക്കുന്നത്. IRMs നോർമലാണ് വരുന്നത്. റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്. സൺവൈസേഴ്സ് വിത്ത് മിറേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിൻ്റെ ഫീച്ചർ. നമുക്കിനി എഞ്ചിൻ കാര്യം ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് 1.2 ലിറ്റർ NA എഞ്ചിനാണ്. ഓൾസോ നോൺ ഹാസ് പ്യുവർടെക് 82 മീൻസ് 82 bhp ആൻഡ് 115 Nm ഓഫ് ടോർക്ക് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. 5 സ്പീഡ് മാനുവലിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. രണ്ടാമത്തെ ചോയ്സ് ഇത്തിരി അഗ്രസീവാണ്. 1.2 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിനാണ് വരുന്നത്. ഓൾസോ നോൺ ആസ് പ്യുവർടെക് 110 bhp ആണ്. 190 Nm ഓഫ് ടോർക്ക് ഫോർ ദി മാനുവൽ ആൻഡ് 205 Nm ഓഫ് ടോർക്ക് ഫോർ ദി ഓട്ടോമാറ്റിക്. ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ 2 ട്രാൻസ്മിഷൻ ഉണ്ട്. 6 സ്പീഡ് മാനുവൽ ഉണ്ട്. 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ട്രാൻസ്മിഷനും ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യസ് ഫസ്റ്റ് കൂപ്പെ SUVയുടെ ഒരു ചെറിയൊരു വോക്ക് റൗണ്ട്. ഷോറൂം ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.